ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ് മമ്മൂക്കയ്ക്ക് കിട്ടിയില്ല, എന്താണ് അഭിപ്രായം? കിട്ടട്ടെ, എപ്പോഴും അദ്ദേഹത്തിന് തന്നെ കിട്ടണം. അദ്ദേഹത്തിന് അർഹതയുണ്ടല്ലോ. ആ ഒരു പടം അത്യാവശ്യം ആൾക്കാർ നല്ല രീതിയിൽ വന്നൊരു പടമാണല്ലോ. ഏതാണ്? ബ്രഹ്മയുഗം സിനിമ. അപ്പോൾ അത് ഞാൻ കണ്ട സിനിമ, എന്നെ ഒരുപാട് ട്രോള് കിട്ടിയ സിനിമയാണ് എനിക്കെതിരെയൊക്കെ. അപ്പോൾ ആൾക്കാർ എന്തും ട്രോളുമല്ലോ. കാരണം ഒരു സിനിമയായിട്ടും ട്രോളും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കയറിയും അത് വെച്ച് ട്രോളുന്ന ഒരു പടമായിരുന്നു. ആ പടത്തിൽ മമ്മൂക്കയ്ക്ക് ഒരു അവാർഡ് അർഹനുണ്ട്. കാരണം പേരമ്പിന് നന്മകൾക്ക് ശേഷമല്ലേ പുള്ളിക്കാരന് അവാർഡ് കിട്ടി. എന്തായാലും നല്ലൊരു ഡിസേർവിംഗ് ആസിഫ് അലി ആയിരുന്നു എന്നുള്ളൊരു കുറേ പോസ്റ്റുകൾ വരുന്നുണ്ട്. അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തല്ലോ, സ്പെഷ്യൽ ജൂറി അവാർഡ്. ബെസ്റ്റ് ആക്ടറും സ്പെഷ്യൽ ജൂറിയും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ നല്ല രീതിയിൽ. ബെസ്റ്റ് ആക്ടർ എന്ന് പറയുമ്പോൾ ആ ഒരു എന്താ പറയുക, യുവതാരങ്ങൾക്ക് കൊടുക്കാറില്ല. പൊതുവേ കൊടുക്കാറുണ്ടെങ്കിൽ ആ ഒരു റോളായിരിക്കണം. ഇപ്പോൾ എന്താ പറയുക, എന്നതിൻ്റെ മൊയ്തീനിലെയും രാജുവേട്ടനായിരുന്നു അന്നത്തെ കാലത്ത് സ്റ്റേറ്റും എല്ലാ അവാർഡും പുള്ളിക്കാരനായിരുന്നു. അപ്പോൾ ഡിസേർവ് ചെയ്യുന്ന ആരൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന് കിട്ടും. ഇപ്പോൾ ലാലേട്ടനും മമ്മൂക്കയാണ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പിക്കാലത്ത് ദിലീപേട്ടന് കിട്ടിയിരുന്നു, അറിഞ്ഞായിരുന്നോ? മറ്റേ എന്താണ് വെള്ളരിപ്പാണ്ട് ചങ്ങാതിയിലെ ബെസ്റ്റ് ആക്ടർ പുള്ളിയായിരുന്നു, സ്റ്റേറ്റ് അവാർഡായിരുന്നു. അപ്പോൾ ഓരോ അവാർഡുകൾ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഓരോ ആക്ടറും പ്രൂവ് ചെയ്യണം. എനിക്ക് ആസിഫിക്ക അത്ര ഒരു എന്താ പറയുക മികച്ച നടനെന്ന് പറയാൻ പറ്റില്ല. ആക്ടറാണ്, നല്ലൊരു ടാലൻ്റ് ഉണ്ട്. ബെസ്റ്റ് ആക്ടറല്ല പുള്ളി, ബെസ്റ്റ് ആക്ടർ മമ്മൂട്ടിയാണല്ലോ. ഈ പെരേരനെ ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്നറിയാം? ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമ അല്ലേ, അതിനകത്ത് മമ്മൂക്കാനെ കണ്ടപ്പോഴാണ് എനിക്കിഷ്ടം തോന്നിയത്. അതായത് പ്രമേയത്തിൽ ആ ഒരു മമ്മൂക്കയുടെ അടുത്തേക്ക് കയറി വരുന്ന ഒരു കഥാപാത്രത്തിൽ പുള്ളി ഇങ്ങനെ മുറുക്കി തുപ്പണ്ട സംഭവം ട്രോൾ ഇറങ്ങി. അപ്പോൾ ആ ഒരു ഇതോടുകൂടി പുള്ളിയുടെ ഒരു ഫാനായി ഞാൻ. അപ്പോൾ ആ പ്രമേയുഗത്തിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ട്. ആ അവാർഡ് കിട്ടിയ സിനിമയ്ക്ക് ഇദ്ദേഹത്തിന് പങ്കുണ്ട്. ഉണ്ട്. അതുണ്ടാവും. കാരണം അത് ഒരു 4-5 മില്യൺ പോയതാ അത് വീഡിയോ. കാരണം ആ ഒരു പടം ഇറങ്ങിയ സമയത്ത് കൂടുതലും ആ ഒരു ട്രോൾ ഇറങ്ങിയിരുന്നു. എന്നാൽ ഒരു പാട്ട് പാടുക. അപ്പോൾ അതൊക്കെ ആൾക്കാരത് സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് ആ പടത്തെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ ഒരു വീഡിയോ എഡിറ്റ് ഇടുന്നു. പിന്നെ അത് മാത്രമല്ല, മഞ്ഞുവൽ ബോയ്സ് ഇറങ്ങിയ സമയത്താണെങ്കിലും അതിനെ എൻ്റെ ഒരു വീഡിയോ വന്നിരുന്നു ഇങ്ങനെ എടുത്ത് പൊങ്ങണായിട്ടുള്ള സാധനം. അപ്പോൾ അതൊക്കെ ആൾക്കാർ എന്താ പറയുക, എൻ്റർടൈനിങ് ആക്കുന്നുണ്ടല്ലേ, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് എന്താ പറയാനുള്ളത് വീഡിയോനെ പറ്റി? ഇതൊക്കെ നല്ലൊരു വീഡിയോ ആണ്. കാരണം അങ്ങനെ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് എന്തും ക്രിയേറ്റീവ് ഇല്ലേ? ഇപ്പോൾ പിന്നാള് മറ്റേ നമ്മുടെ സന്തോഷ് വർക്കായിട്ട് ക്ലിപ്പ് ലോക്ക് വന്നല്ലോ, തണ്ടിത്തരല്ലേ അതിനെപ്പറ്റി പറ. അപ്പൊ അത് ലിപ് ലോക്ക് എന്ന് പറയുന്ന സംഭവം ഒറിജിനൽ അല്ല. സന്തോഷ് വർക്കായിട്ടുള്ള എന്താണ് അത് തന്നെ, അത് ഒറിജിനൽ അല്ല, അത് AI ആണെന്നാണ് പെരേര പറയുന്നത്. പിന്നെ പെരേര പറഞ്ഞു എന്നുള്ളൊരു കാര്യം കൂടെ പറയാം. ഒരു അവാർഡിനെ കുറിച്ചുള്ള പറഞ്ഞു തുടങ്ങി. പ്രിയപ്പെട്ട മമ്മൂക്ക, അദ്ദേഹത്തെ ഞാനൊക്കെ കുഞ്ഞുനാളിൽ തൊട്ട് ഇന്നും സൂപ്പർ സ്റ്റാറായിട്ട് മുന്നിൽ നിൽക്കുന്ന മമ്മൂക്കയാണ്. ഒരു ബിഗ് സല്യൂട്ട് തന്നെ നേരുകയാണ്. കാരണം എന്ന് വെച്ചാൽ ചെയ്യാത്ത കഥാപാത്രങ്ങളില്ല അല്ലേ, എല്ലാം ഒന്നിനൊന്നും മെച്ചമുള്ള കഥാപാത്രങ്ങളാണ് മമ്മൂക്ക ചെയ്യുന്നത്. കാരണം ഞാൻ പുള്ളിനെ നേരിട്ട് ഭീഷ്മപുരം ലൊക്കേഷനിൽ നേരിട്ട് ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു 10 മീറ്റർ ഗ്യാപ്പിൽ കണ്ടതാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. അതെ, ഞാൻ പറഞ്ഞോട്ടെ, ഇത് പറഞ്ഞപ്പോൾ അപ്പോൾ ഭീഷ്മപുരം ലൊക്കേഷനിൽ പുള്ളി മമ്മൂക്കാന്ന് വിളിച്ചപ്പോൾ ഓടി വന്ന് ഹായ് എന്നൊന്ന് കാണിച്ചിട്ട് പുള്ളി എന്നോട് പണ്ട് ഞാൻ ചൂടിനാട് സ്റ്റാർട്ട് അഭിനയിക്കുന്ന സമയത്ത് മമ്മൂക്കാന്ന് വിളിച്ചപ്പോൾ ഓടി വന്നു പുള്ളി. അവിടെ ഓടി വന്നു. അന്ന് ലൊക്കേഷനിൽ ആർട്ടിസ്റ്റുകൾ കുറവായിരുന്നു. അതായത് ഇദ്ദേഹം വിളിച്ചു, മമ്മൂക്കാന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചപ്പോൾ തന്നെ മമ്മൂക്ക ഓടി വന്നു 2022 ഞാൻ വയറിലാകുമ്പോൾ 1 വർഷം മുന്നേ. ഇവിടെയൊക്കെയോ തകരാറുള്ളതല്ലേ ഒരു തോന്നല്. മമ്മൂക്ക എന്ന് പറഞ്ഞ് വിളിച്ചു പണ്ട്. അപ്പൊ ഓടി വന്നു ഹായ് കാണിച്ചു. അപ്പൊ ഓടി വന്ന് നീയാണ് മമ്മൂക്കൊക്കെ അടുത്തേക്ക് വന്നു. ഇത്ര അടുത്തേക്ക് ആ ഒരു എന്താ പറയാ സ്റ്റെപ്പിലേക്ക് വന്നു. അപ്പൊ അന്ന് നിന്നെ ആരും അറിയില്ലാത്തപ്പോഴും നമുക്ക് കൈ കാണിച്ചു വിളിച്ചപ്പോ. അന്നാണ് നേരിട്ട് ഇങ്ങനെ കാണുന്നത്. സോഷ്യൽ മീഡിയ നിൽക്കുന്ന ആൾക്കാർ അത് റീച്ച് ആക്കിയത്. അത് വീഡിയോ ആയിട്ട് ആരും ഷൂട്ട് ചെയ്തിട്ടില്ലല്ലോ പറയുന്നത്. പക്ഷെ നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ. സ്വപ്നം കണ്ടാണോ? അല്ലല്ല, ഇത് നേരിട്ട് സംഭവിച്ച. അന്ന് ഷൈൻ ടൗൺ ഷോക്കെ ഉണ്ടായിരുന്നു കൂടെ. കണ്ടോ, ഇതൊക്കെ നിന്റെ മനസ്സിലിങ്ങനെ വെച്ച് വിങ്ങുണ്ടായിരുന്നല്ലേ, ഇപ്പൊ പൊട്ടി തെറിച്ചല്ലേ. അപ്പൊ അതായത് ഇങ്ങനെ മമ്മൂക്കാരെ കണ്ടു, കൈപൊക്കി കാണിച്ചു, അന്നേരം തിരിച്ച് മമ്മൂക്ക ഇവിടെ വന്നു അല്ലേ. അന്ന് ഷൈൻ ടൗൺ ഷോക്കെ ഉണ്ടായിരുന്നു. വേണമെങ്കിൽ ചോദിച്ചാൽ അറിയാൻ പറ്റും പുള്ളിയോട് എന്നാ റിലീസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചോദിച്ചായിരുന്നു. അതല്ലേ, ഓർക്കണമെന്ന് അറിയില്ല. എന്തായാലും ഒരുപാട് സിനിമാ പ്രവർത്തനമായിട്ട് ഇപ്പൊ നല്ല സൗഹൃദമാണ് അല്ലേ? അന്ന് ഇന്നും സൗഹൃദം ഉണ്ട്. അന്നത്തെ കാലം കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഇന്നത്തെ ഉണ്ടല്ലേ.
സിനിമ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടല്ലോ